അതെ, ഇന്ന് ഡിസംബർ 5 റിലീസാവായിരുന്ന അഖണ്ഡ 2 പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഹൈലി ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള രൺവീർ സിംഗിന്റെ ആദിത്യാധറിന്റെയും ദുരന്തറും ക്യാൻസൽ ആയി പോയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലത്തെ റീസൺ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയാം, ഞാൻ പറയാം. അപ്പൊ ഇന്നേ ദിവസം ഡിസംബർ 5 ഈ 2 പടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാണാൻ ഉദ്ദേശമുള്ള ആൾക്കാർ ഇന്ന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വല്ല ചിക്കൻ ബിരിയാണി തിന്ന് തിരിച്ചു പോരേണ്ടി വരും. അഖണ്ഡയുടെ കാര്യം ഉറപ്പാണ്, പോസ്റ്റ്പോൺ ചെയ്തു. ഇനി അടുത്ത ഒന്നും വരില്ല ആ പടം. അതുപോലെ തന്നെ ദുരന്തറിൻ്റെ കാര്യം പിന്നെയും കുറച്ച് ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അഖണ്ഡയ്ക്ക് എന്താ പറ്റിയെന്ന് നമുക്ക് പറയാം. അഖണ്ഡ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബാലികയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പടത്തിൻ്റെ, അഖണ്ഡ എന്ന് പറയുന്ന പടത്തിൻ്റെ സീക്വലാണ് അഖണ്ഡ 2, അഖണ്ഡ താണ്ഡവം. ആദ്യമായിട്ട് ഇങ്ങനെ ബാലയുടെ ഒരു പടം തിയേറ്ററിൽ കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചാർജായിട്ടൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇന്നലെ രാത്രി 11-12 മണിക്ക് ആയപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് വന്നത്. അവർ ഈ പടം കറക്റ്റ് ടൈമിൽ ഡിസംബർ 5 മാക്സിമം റിലീസ് ചെയ്യാൻ ശ്രമിച്ചു എന്നായിരുന്നു ആ മെസ്സേജ്. പക്ഷേ എന്തൊക്കെയോ ആവശ്യങ്ങൾ, എന്തൊക്കെയോ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് അങ്ങനെ പുറത്ത് പറഞ്ഞിട്ടുള്ള. പക്ഷെ അത്യാവശ്യം റെഡിറ്റിൽ അങ്ങനെ പല സ്ഥലത്തൊക്കെ പോയി നോക്കിയപ്പോൾ ഏകദേശം എന്താണ് സംഭവം എന്ന് എനിക്ക് പിടിയിട്ടുണ്ട്. പക്ഷേ 2 കഥകളാണ് വരുന്നത്. ആദ്യത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ബണ്ണി, നമ്മുടെ അല്ലു അർജുൻ്റെ പണ്ടത്തെ ബണ്ണി, അത് അവിടെ നമ്മുടെ തെലങ്കാന ആന്ധ്ര ആ സൈഡിൽ അവിടെ വളരെ മോശം പെർഫോം ചെയ്തൊരു പടമായിരുന്നു. അതിൻ്റെ കടം ഇന്നും കൊടുത്തിട്ടില്ല, ഇപ്പോഴും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ ഏറ്റവും ലാസ്റ്റായിട്ട് ലീഗലി എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഈറോസ് UFO അങ്ങനെ പറഞ്ഞ് കുറേ പരസ്യങ്ങൾ നിങ്ങൾ പടം തുടങ്ങുന്നതിനേക്കാളും തൊട്ട് മുമ്പ് കാണിക്കും. അത് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ആണ്, ഡിജിറ്റലി ഇത് വിതരണം ചെയ്യുന്നവരെയാണ്. അപ്പോൾ ഈ ഈറോസ് ഇൻ്റർനാഷണലിൽ ഇവർ അഖണ്ഡയുടെ ടീം, പ്രൊഡ്യൂസേഴ്സ് ടീം വലിയൊരു ഫണ്ട് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇനി ഈ വക പരിപാടിയൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവർ അഖണ്ഡ റിലീസാക്കില്ല, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ലീഗലി എന്തോ മൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കഥ എന്താണെന്ന് പറഞ്ഞാൽ 11 കൊല്ലമായിട്ട് ഈറോസ് ഇൻ്റർനാഷണലിൽ ഈ അഖണ്ഡ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസേഴ്സിൽ കുറേ പേര് ഈറോസ് ഇൻ്റർനാഷണലിൽ 11 കൊല്ലമായിട്ടുള്ള കടം ബാക്കി കിടക്കുന്നു. അതായത് അവർക്ക് കൊടുക്കാനുള്ള പൈസ 11 കൊല്ലമായിട്ട് അവരാരും തിരിച്ചു കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ എന്തോരം പടങ്ങൾ വന്നു, എന്തോരം പടങ്ങൾ ഹിറ്റായി, എന്നിട്ടും അവർ തിരിച്ചു കൊടുത്തില്ല. അവസാനം ഇവർ കയറി അങ്ങോട്ട് എട്ടഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് അഖണ്ഡ 2 റിലീസാക്കാൻ അനുവദിക്കാത്തത്. ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജർമ്മനിയിലൊക്കെ 2 ലക്ഷം രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങിച്ച ഫാൻ വരെയുണ്ട്. 2 ലക്ഷം രൂപ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്. അത് ചിലപ്പോൾ റീഫണ്ട് ചെയ്യായിരിക്കാം, അല്ലെങ്കിൽ അറിയില്ല. ഉത്സവ കളക്ഷൻ ഗോവിന്ദ. ബാലയുടെ കാര്യം അതിലും കഷ്ടമാണ്. ഇത്രയൊക്കെ ഓടി നടന്ന് പ്രസ് കോൺഫറൻസ് അത് ഇതിലൊക്കെ ഓരോന്ന് വായി തോന്നി വിളിച്ച് പറഞ്ഞ്, അതും ആദ്യമായിട്ട് ബാലയുടെ ഒരു പാൻ ഇന്ത്യൻ പടം ഇറങ്ങുകയാണ്, മലയാളത്തിലും തമിഴിലും എല്ലാ ഭാഷയിലും. അവസാനം അതും കയ്യാലെ പുറത്തിരിക്കുന്നത് തേങ്ങയുടെ പോലെയായി. അഖണ്ഡ 2, അഖണ്ഡ താണ്ഡവം ഈ ഡിസംബർ 5 എന്തായാലും റിലീസാവില്ല എന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അടുത്ത ആഴ്ചയും ഇത് റിലീസാവാൻ ചാൻസ് ഇല്ല. ഏകദേശം ചിലപ്പോൾ ഒരു ഡിസംബർ 3rd വീക്കിലായിരിക്കാം ഇത് റിലീസെന്നാണ് ഇപ്പോൾ കുറേ എക്സാൻഡിൽസ് ഒക്കെ പറയുന്നത്. ഇനി ദുരന്തർ, പേര് പോലെ തന്നെ ഒരു ദുരന്തം ആണ് ഈ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തൊട്ട് DCP ഇഷ്യൂ ആണ് അവർ ഫേസ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിനിമ പാക്കേജ് എന്ന് പറയും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഹാർഡ് ഡിസ്ക് പോലത്തെ തിയേറ്ററിലൊക്കെ കിട്ടുന്നൊരു സംഭവമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു സംഭവം മൊത്തം ഓടിക്കുന്നത്. പടത്തിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ഫയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡിസ്ക് ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് സമയത്ത് ഈ സംഭവമൊക്കെ പ്ലേ ആയി ഹൈ റെസൊല്യൂഷനിലായിട്ടുള്ള ഓഡിയോ വീഡിയോ സിങ്ക് ഒക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ആവുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ വേൾഡ് വൈഡ് പടം ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കറപ്റ്റഡ് ആയി ഇവരുടെ. അതുകൊണ്ട് വേൾഡ് വൈഡ് മൊത്തം ഇന്ന് ഫസ്റ്റ് ഷോ എന്തായാലും ക്യാൻസൽ ആയി. അതൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. പക്ഷേ ഉച്ചയാവുമ്പോഴേക്കും ഈ ഒരു ഇഷ്യൂ സോൾവ് ആയി സെറ്റായിട്ട് പടം പിന്നെ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മിക്കവാറും ആൾക്കാർ ഇന്ന് കാണാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് പോയി ഈ പടം കണ്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിൻ്റെ ഗ്ലിച്ചും പോരാത്തതിന് എഡിറ്റും കാര്യങ്ങളും സിങ്കും ഒക്കെ ഫസ്റ്റ് പ്രിന്റിൽ ഭയങ്കര മോശമായിരുന്നു. പിന്നെ ഇതൊക്കെ സോർട്ട് ഔട്ടായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു പ്രിന്റ് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1-2 ദിവസം എടുക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ 3-3.5 മണിക്കൂറുണ്ട്. എങ്ങാനും പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക, എങ്ങാനും ദുരന്തമാണെങ്കിലും. പടത്തിനെ പറ്റി പറഞ്ഞതല്ല, പടം ദുരന്തമാവും എന്ന് പറഞ്ഞതല്ല, പടത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്